Hello my dear friends, welcome back to Nag Entropy BTech Tuition. This is Afsal. So this is our third question in hydrostatic forces. ഏറ്റവും ആദ്യം പഠിച്ച പ്രോബ്ലം എന്തായിരുന്നു? അവിടെ നമ്മൾ പഠിച്ചത് റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ആയിരുന്നു. രണ്ടാമത് സർക്കുലർ പ്ലെയിൻ സർഫസ് ആയിരുന്നു. ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ട്രയാങ്കുലർ പ്ലെയിൻ സർഫസ് ആണ്. ഇങ്ങനെ ഒരു 3 to 4 സ്റ്റാൻഡേർഡ് ഷേപ്പിലുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താൽ കുറേ കൂടെ അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. See this is the question. Determine the total pressure and center of pressure of an isosceles triangle plate of base 4 meter and altitude 4 meter. Base ഉം height ഉം 4 meter ആണ്. It is immersed vertically in an oil of specific gravity 0.9. ശ്രദ്ധിക്കണേ, നമ്മൾ അറിയാതെ എല്ലാ പ്രോബ്ലത്തിലും ഡെൻസിറ്റി 1000 എടുത്ത് പോകും, വാട്ടർ ആക്കി പോകരുത്. ഇവിടെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഒരു ഓയിലാണ്. ആ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. അപ്പോൾ ഇവിടെ വാട്ടർ അല്ല. 1000 ഇട്ട് പോയാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. Then the base of the plate coincides with the free surface of the oil. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? We will draw the free surface. This is our free surface. Okay. ഫ്രീ സർഫസിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തു. ഈ ഫ്രീ സർഫസിലേക്ക് നമ്മൾ ആരെ കൊണ്ട് ഇമ്മേഴ്സ് ചെയ്യാൻ പോവുകയാണ്? നമ്മുടെ റെക്ടാങ്കുലർ പ്ലേറ്റിന് നമ്മൾ കൊണ്ടുപോവുകയാണ്. ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ റെക്ടാങ്കുലർ പ്ലേറ്റ്. ഓക്കെ, ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ റെക്ടാങ്കുലർ പ്ലേറ്റ്. അപ്പോൾ ഈ റെക്ടാങ്കുലർ പ്ലേറ്റിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാം. റെക്ടാങ്കുലർ പ്ലേറ്റിനെ കൊണ്ട് പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്ത് പോകാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കത്തില്ല. തോന്നിയ പോലെ നമുക്ക് റെക്ടാങ്കുലർ പ്ലേറ്റിനെ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഇവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഈ റെക്ടാങ്കുലർ പ്ലേറ്റ് ഇപ്പം വെർട്ടിക്കലി ഞാൻ പ്ലേസ് ചെയ്തു. വെർട്ടിക്കലി നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയുന്നുണ്ട്, എങ്ങനെ പറയുന്നുണ്ട്? ദ ബേസ് ഓഫ് ദ പ്ലേറ്റ് കോയിൻസൈഡ്സ് വിത്ത് ദ ഫ്രീ സർഫസ് ഓഫ് ദ ഓയിൽ. ഇതല്ലേ ട്രയാങ്കുലറിൻ്റെ ബേസ്. ഈ ട്രയാങ്കുലറിൻ്റെ ബേസ് എന്ത് ചെയ്യണം? ഫ്രീ സർഫസിൽ കോയിൻസൈഡ് ചെയ്ത് വരയ്ക്കാൻ അവർ പറയുന്നത്. നമുക്ക് അങ്ങനെ വരയ്ക്കാം. ഇതിപ്പോൾ തിരിച്ചല്ലേ വരച്ചിരിക്കുന്നത്. സോ ദിസ് അതിനെ തലകിഴായി കൊണ്ടുവന്നു അല്ലേ. എന്നിട്ട് നേരെ അവൻ്റെ ബേസിനെ കൊണ്ട് ഇവിടെ കൊണ്ട് കോയിൻസൈഡ് ചെയ്യിപ്പിച്ചു. നമ്മുടെ ഫ്രീ സർഫസിൽ എന്ത് ചെയ്യിപ്പിച്ചു? കോയിൻസൈഡ് ചെയ്യിപ്പിച്ചു. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? ട്രയാങ്കുലർ ഷേപ്പ് പ്ലേസ് ചെയ്യാനുള്ളത്. ചിലപ്പോൾ പറയും ഈ ഫ്രീ സർഫസ്, ഈ കാണുന്ന ബേസ് ഫ്രീ സർഫസിന് പാരലാണ്, പക്ഷേ ഒരു പെർട്ടിക്കുലർ ഡെപ്തിൽ താഴോട്ടായിരിക്കും. നമ്മൾ നേരെ ഫസ്റ്റ് കേസിൽ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ചെയ്തില്ലേ, അതിൻ്റെ കേസ് 1 കേസ് 2 പോലെയൊക്കെ ചോദിക്കാം. അത് നമുക്ക് കോമൺ സെൻസ് വെച്ച് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ഡയമെൻഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മാർക്ക് ചെയ്ത് പോകും അല്ലേ. എന്താ ഡയമെൻഷൻസ് പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ ബേസ് എത്ര എന്ന് പറയുന്നുണ്ട്? 4 മീറ്റർ ആണ് ബേസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ഡെപ്ത് എത്ര പറയുന്നുണ്ട്? ഓൾട്ടിറ്റ്യൂഡ് എത്ര പറയുന്നുണ്ട്? ഓൾട്ടിറ്റ്യൂഡും 4 മീറ്റർ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സാധാരണ കണ്ടുപിടിക്കാൻ പോകുന്ന നമ്മുടെ ടോട്ടൽ പ്രഷർ F is equal to ρg AH bar. അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് വേണം? ഡെൻസിറ്റി ഓഫ് ദ ഓയിൽ വേണം. ഇവിടെ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടില്ലേ 0.9. ആ കിട്ടുന്ന 0.9 ഇൻറ്റു 1000 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ഡെൻസിറ്റി. ദാറ്റ് ഈസ് 900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഡെൻസിറ്റി ഓഫ് ദ ഓയിൽ കണ്ടെത്തി. ഡെൻസിറ്റി കണ്ടെത്തി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിൾ ഏരിയ നമുക്കറിയാം, half BH. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസും 4 തന്നെയാണ്, ഇവിടെ ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡും 4 തന്നെയാണ് അല്ലേ. സോ 4/2 2 into 4 8 മീറ്റർ സ്ക്വയർ ആണ് ആരെന്ന് പറയുന്നത്? ട്രയാങ്കിളുടെ ഏരിയ. ഇനി കണ്ടെത്താനുള്ളത് H ബാറാണ്. H ബാർ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ സർഫസിൽ നിന്ന് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻ സർഫസിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ദൂരം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ ജോമെട്രിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഷേപ്പിൽ ഇവിടെ അപ്രോക്സിമേറ്റ്ലി ഇവിടെ വരും. നോക്കൂ, ഇവിടെ വരും. ദിസ് ഈസ് അവർ G. ശരിയല്ലേ. ഈ G എന്ന് പറയുന്ന ഇവൻ്റെ ഹൈറ്റ് ഫ്രം ദ ബേസിൽ നിന്ന് ഈ സെൻട്രോയിഡ് വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് 1/3 ഓഫ് ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? 4. ഈ 4 മീറ്റർ ഹൈറ്റിൻ്റെ 1/3 ടൈംസ് ആണ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം. സോ ദിസ് ഈസ് 1/3 ഓഫ് 4 വരും. അപ്പോൾ H ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സിംപ്ലി 4/3 എന്ന് കിട്ടി. ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നതാണ്, ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിപ്പിക്കുന്നതാണ്. ഇനി ട്രയാങ്കിൾ തിരിച്ചാണ് വയ്ക്കുന്നതെങ്കിലോ ഈ കാണുന്ന ഷാർപ്പ് അടിച്ച് നിന്ന് സെൻട്രോയിലുള്ള ദൂരം എത്രയാണ്? 2/3 ഓഫ് H ആണ്. ബേസിൽ നിന്നാണെങ്കിൽ എത്ര വരും? 1/3 ഓഫ് H. ഈ 2 കേസുകൾ മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻസിലേക്ക് പോവാം. എല്ലാ വാല്യൂസും കിട്ടി നമുക്ക്. റോ എത്രയാണ്? ഡെൻസിറ്റി ഇറ്റ് ഈസ് 900. G 9.81. ഏരിയ എത്രയാണ്? 8 മീറ്റർ സ്ക്വയർ. H ബാർ എത്രയാണ്? സിംപ്ലി 4/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി വിൽ ഗെറ്റ് ദ ആൻസർ. ഇറ്റ് ഈസ് 9597. 9597.6
6 ന്യൂട്ടനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പ്രഷറായ എഫ് ഈസ് ഇക്വൽ ടു റോ ജി എച്ച് ബാർ എന്ന് പറയുന്നു. സോ റോ ജി എച്ച് ബാർ ആയ ടോട്ടൽ പ്രഷർ ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഇവിടത്തെ എന്ത് കണ്ടെത്തണം നമുക്ക്, ഇവിടുത്തെ ഈ കാണുന്ന റിസൾട്ടൻ ഫോഴ്സിൻ്റെ ലൊക്കേഷൻ അല്ലേ, സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടെത്താൻ പറയുന്നത്. ദാറ്റ് ഈസ് എച്ച് സ്റ്റാർ കണ്ടെത്താൻ പറയുന്നത്. വാട്ട് ഈസ് എച്ച് സ്റ്റാർ? എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ ജി ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. എല്ലാ അറിയാം, ഏരിയ എച്ച് ബാർ അറിയാം, ആര് മാത്രം കണ്ടെത്തിയാൽ മതി, ഐ ജി ആയിട്ടുള്ള ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ട്രയാങ്കുലർ സെക്ഷൻ. സോ നമുക്കത് കണ്ടുപിടിക്കാം. എന്താണ് ഐ ജി? ഐ ജി ഇസ് ഈക്വൽ ടു, നോക്കൂ, ട്രയാങ്കുലറിൻ്റെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു ആക്സിസ് ആയിരിക്കണം. തൽക്കാലം ഞാൻ എക്സ് എക്സ് എന്ന് വിളിച്ചോട്ടെ. ദിസ് ഈസ് ഐ ജി എക്സ് എക്സ്. സോ ദിസ് ഈസ് ഐ ജി എക്സ്. ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഇക്വേഷൻ ആണെങ്കിൽ അവിടെയും ഇക്വേഷൻ ബി എച്ച് ക്യൂബ് ബൈ 36, ദാറ്റ് ഈസ് ബേസ് ഇൻറ്റു ഈ കാണുന്ന ഹൈറ്റിൻ്റെ ക്യൂബ് ബൈ 36. ബി എത്രയാണ്? 4. ഹൈറ്റ് എത്രയാണ്? 4. ബി എച്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ 36. ഇതാണ് ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ആണ്, അത് പഠിച്ച് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. സോ ബി എച്ച് ക്യൂബ് ബൈ 36 നിങ്ങൾക്ക് എത്ര കിട്ടും? ഇറ്റ് വിൽ ബി 7.11 മീറ്റർ ആണ് ആരെന്ന് പറയുന്നത് ഐ ജി എക്സ് എക്സ്. എല്ലാ വാല്യൂസും നമ്മളിലുണ്ട്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 7.11 അല്ലേ, 11 ഡിവൈഡഡ് ബൈ ഏരിയ എത്ര കിട്ടി? 8 മീറ്റർ സ്ക്വയർ. എച്ച് ബാർ എത്ര കിട്ടി? എച്ച് ബാർ ഈസ് സിംപ്ലി 4/3 പ്ലസ് 4/3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ വാല്യൂ. സോ ഐ ജി അല്ല എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു സിംപ്ലി 1.99 മീറ്റർ ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ എച്ച് ബാർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളുക, ഞാനതിപ്പോൾ രണ്ടാമത് വരയ്ക്കാൻ പോകുന്നില്ല. ഒരു തിക്നെസ് വരയ്ക്കുക, ഈ സൈഡിൽ കൂടെ നോക്കുന്ന സാധനം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, ഒരു ചെറിയൊരു നേരത്തെ സർക്കുലാറിലും റെക്ടാങ്കുലറിലും വരച്ചതുപോലെ വരയ്ക്കുക. അവിടെ നിങ്ങൾ എച്ച് ബാറും എച്ച് സ്റ്റാറും നിങ്ങൾ മാർക്ക് ചെയ്ത് ഈ വാല്യൂസ് കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന എഫിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം കഴിഞ്ഞ 2 പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഞാനത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചെയ്യുന്നതിൽ അറിയാവുന്ന കാര്യമില്ലേ, അവർ പറഞ്ഞെല്ലാം കണ്ടുപിടിച്ചില്ലേ, പക്ഷേ അത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്താൽ നല്ല ഗുണങ്ങളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കൂ, നമ്മൾ മൊത്തം 3 ഷേപ്പുകൾ ഇതുവരെ ചെയ്തു. സ്റ്റാൻഡേർഡ് ഷേപ്പുകളായിട്ടുള്ള റെക്ടാങ്കുലർ, സർക്കുലർ, ദെൻ ട്രയാങ്കുലർ ചെയ്തു. ഇനി നിങ്ങൾ പഠിക്കേണ്ടതെന്ന് അറിയാമോ, ചിലപ്പോൾ ഏത് ഷേപ്പ് വന്നോട്ടെ പ്രൊസീജിയർ സെയിം അല്ലേ, ആകെപ്പാടെ മാറുന്നത് ആര് മാത്രമേ ഉള്ളൂ, നമ്മുടെ ആരാ മാറുന്നത്? വെർ ഈസ് ദ ഇക്വേഷൻ? ഐ ജി. നോക്കുക, ഈ ഇക്വേഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മാറി 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 വരുന്നത്. അപ്പോൾ കുറേ സ്റ്റാൻഡേർഡ് ഷേപ്പുകൾ ഇക്വേഷൻ പഠിക്കുക. ഇപ്പോൾ പഠിച്ച റെക്ടാങ്കുലർ, സർക്കുലർ, ട്രയാങ്കുലർ, ഒരു ഹോളോ സർക്കുലർ സെക്ഷൻ പഠിക്കുക, ഒരു സെമി സർക്കുലർ സെക്ഷൻ പഠിക്കുക, ഒരു ക്വാർട്ടർ സർക്കിളിൻ്റെ സെക്ഷൻ പഠിക്കുക. ഇത്രയും കേസുകളാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും ഈ ഞാൻ എക്സ്ട്രാ പറഞ്ഞ കേസുകൾ പഠിക്കുക, അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് അതേപോലെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇത് പഠിച്ചിട്ട് ഇതിൻ്റെ കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ അത് അവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ പ്രോബ്ലം നമ്മൾ എവിടെയെങ്കിലും നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രഷ് ആയിട്ട് ട്രൈ ചെയ്യണം. എങ്കിലും നിങ്ങളുടെ തല തുറക്കൂ, ബ്രെയിൻ തുറക്കൂ. നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സും സ്റ്റെപ്പുകളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഒരു സർക്കുലാർ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഹോളോ സർക്കുലാർ ക്രോസ് സെക്ഷൻ നിങ്ങൾ ചെയ്യുന്നു, ഇല്ലെങ്കിൽ നിങ്ങളൊരു സെമി സർക്കുലാർ സംഭവം ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായി നിങ്ങൾ എന്ത് ചെയ്യുക, ആ എച്ച് ബാറും ഐ ജി എക്സിൻ്റെ ഇക്വേഷൻ മാത്രം നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. അത് വെച്ചിട്ട് സ്വന്തമായി ട്രൈ ചെയ്യുക. എൻ്റെ അവസാന ആൻസർ നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. തെറ്റിപ്പോവുമെങ്കിൽ ആ തെറ്റിപ്പോയ സ്ഥലം കണ്ടെത്തുക, എന്താണ് മിസ്റ്റേക്ക് എന്ന് പഠിച്ചാൽ കുറേ കൂടെ ഓർമ്മ നിൽക്കും. മനസ്സിലായില്ലേ? ആ മിസ്റ്റേക്ക് നിങ്ങൾ ഒന്ന് നോക്കിയതിന് ശേഷം ചെയ്ത് ആൻസേഴ്സും സ്റ്റെപ്പുകളൊക്കെ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെയിം മിസ്റ്റേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് എവിടെ വരാം, എക്സാം ഹാളിൽ പോയി നിൽക്കുമ്പോൾ വരാം. അപ്പോൾ മിസ്റ്റേക്കുകൾ പഠിക്കുമ്പോൾ വരട്ടെ, ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ തിരിച്ചറിയുക, അതിനെ കറക്റ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. മിസ്റ്റേക്ക് വരാതെ പഠിക്കാനല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ട് നാച്ചുറലി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാച്ചുറലി മിസ്റ്റേക്കുകൾ വരും. മിസ്റ്റേക്കുകൾ വരണം. മിസ്റ്റേക്കുകൾ വന്നാൽ മാത്രമേ നമുക്കുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ പറ്റൂ. എവിടെയാണ് പ്രശ്നം, അതിനെ കറക്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക.